എമ്പുരാനിലെ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ മുരളി ഗോപിക്ക് അതൃപ്തി. മോഹൻലാലിന്റെ ഖേദപ്രകടനം പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും മുരളി ഗോപി പാടെ അവഗണിച്ചു. സിനിമയുടെ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഇപ്പോഴും മൗനം തുടരുകയാണ്. വിവരങ്ങൾ നൽകും വിനീത വേണു. വിനീത, നമുക്കറിയാം ഈ മോഹൻലാലിട്ടൊരു ഖേദപ്രകടനം വളരെ വേഗത്തിൽ തന്നെ മിനിറ്റുകൾക്കകം തന്നെ പൃഥ്വിരാജ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് കണ്ടു, ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഒരാൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അത് ഈ സിനിമയുടെ തിരക്കഥയൊരുക്കിയ മുരളി ഗോപിയാണ്. ഈ തിരക്കഥയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ, കോളിളക്കങ്ങൾ, വിവാദങ്ങൾ, വലിയ ആൾക്കൂട്ടാക്രമണം തന്നെ സൈബർ സ്പേസിലൊക്കെ നടക്കുന്ന കാലത്ത് മുരളി ഗോപി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുന്നവരാണ് രാഷ്ട്രീയ കേരളം. മുരളി ഗോപിയുടെ നിലവിലെ സ്റ്റാൻഡ് എന്താണ് വിനീത? റോഷിനി, നമുക്കറിയാവുന്നതുപോലെ സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മുരളി ഗോപിയുടെ ഒരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹം മോഹൻലാലിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ, മോഹൻലാലാണ് ഖേദപ്രകടനം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്, പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒക്കെ അത് ഷെയർ ചെയ്തു. പക്ഷേ മുരളി ഗോപി ഇപ്പോഴും മൗനം തുടരുകയാണ്. ആ മൗനം ഒരു പ്രതിഷേധമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നിപ്പോൾ അദ്ദേഹം പെരുന്നാൾ ആശംസകൾ, ഈദ് മുബാറക്ക് നേർന്നുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അദ്ദേഹം ആക്റ്റീവാണ് എന്നത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷേധമില്ലെങ്കിൽ ഈ അണിയറ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ നിലപാടിന് അദ്ദേഹം അനുകൂലമാണെങ്കിൽ തീർച്ചയായും മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിലുള്ള ആ പോസ്റ്റ് പങ്കുവെച്ചേനെ എന്ന് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും അതിനോടൊന്നും മുരളി ഗോപി പ്രതികരിച്ചിട്ടുമില്ല. നമുക്കറിയാവുന്ന പോലെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ളയാളാണ് മുരളി ഗോപി. ഈ സിനിമയിലാകട്ടെ തീർത്തും അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റ്, രചയിതാവ് എന്ന രീതിയിൽ, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഗുജറാത്ത് കലാപത്തെ അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല അതിൽ സംഘപരിവാറിനെ മാത്രമല്ല അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്, CPM-നെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുന്ന രീതിയിൽ അതൊരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു വെട്ടിമാറ്റൽ വരുന്നത്, അതായത് സിനിമയുടെ കഥാതന്തുവിനെ നിർണ്ണയിക്കുന്ന ഒരു വെട്ടിമാറ്റൽ വരുന്നത് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നതും ആ മൗനത്തെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നതും. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത ശേഷം അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാമെന്നു. അപ്പോൾ ആ പോസ്റ്റ് ഷെയർ ചെയ്യാത്തതും ഒരു നിലപാട് തന്നെയാണ്. മാത്രമല്ല ദേശീയ വാർത്താ ഏജൻസിയായ PTI അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാട് തന്നെയാണ് മുരളി ഗോപി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മോഹൻലാൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തീർച്ചയായും അത് അണിയറ പ്രവർത്തകരുമായി ചർച്ച ചെയ്ത ശേഷമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒക്കെ അത് ഷെയർ ചെയ്തതും. ഇന്നിപ്പോൾ പൃഥ്വിരാജിൻ്റെതായ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഒരു നിലപാട് വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ ഇതിൽ പ്രതികരണമോ ഒന്നുമല്ല. സയ്യിദ് മസൂദ് എന്ന തൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു പോസ്റ്റാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അതും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. കാരണം പൃഥ്വിരാജ് താൻ ഒറ്റപ്പെട്ടു എന്ന മട്ടിലാണോ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദ്യമുണ്ട്. പക്ഷേ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആ പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, റീ എഡിറ്റഡ് വെർഷൻ നാളെ തിയേറ്ററുകളിൽ എത്താനിരിക്കുമ്പോൾ തീർച്ചയായും ഈ പോസ്റ്റിനെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും വായിച്ചെടുക്കുകയും ചെയ്യാം. സയ്യിദ് മസൂദ് എന്ന തൻ്റെ കഥാപാത്രത്തെ ആണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ RSS ഉൾപ്പെടെ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിനെതിരെ, അതിൻ്റെ പേരിനെതിരെയൊക്കെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. ഒരു വേള ലഷ്കർ ബന്ധമുള്ള തീവ്രവാദികളുടെ പേരിലെ 2 പേരുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പേരാണ് എന്ന് പോലും ആ കഥാപാത്രത്തെ വിമർശിക്കുന്നത് കണ്ടു. വിമർശിക്കുകയല്ല, അത്രയധികം അധിക്ഷേപിക്കുന്നത് കണ്ടു. അപ്പോൾ തീർച്ചയായും ആ പോസ്റ്റിലും ഒരു നിലപാടുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ തൻ്റെ സിനിമയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം നമുക്കും ആ പോസ്റ്റിനെ വായിച്ചെടുക്കാൻ. ഏതായാലും ആ സിനിമയുടെ കണ്ടന്റിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് തൃപ്തിയുണ്ട്. അല്ലെങ്കിൽ അവർ ആ കണ്ടന്റുമായി മുന്നോട്ട് പോകുന്നതിന് താല്പര്യമുണ്ടായിരുന്നു. പൃഥ്വിരാജിനും ഈ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറയുന്നത്. മുരളി ഗോപി തീർത്തും അസംതൃപ്തനാണ് ഈ ഇത്തരത്തിൽ ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിൽ. നമുക്കറിയാവുന്ന പോലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ നിർണായക ഭാഗം എന്ന് പറയുന്നത് ആ സിനിമയുടെ തുടക്കം തന്നെയാണ്. അതിൻ്റെ അവസാനവും പൃഥ്വിരാജിൻ്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ തീർച്ചയായും ഒരു വെട്ടൽ വന്നത് തൻ്റെ സംവിധായകൻ എന്ന നിലയിലുള്ള തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ചോദ്യം ചെയ്യലാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും. ഏതായാലും ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ലെങ്കിൽ പോലും ഇന്നത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, സയ്യിദ് മസൂദ് എന്ന തൻ്റെ കഥാപാത്രത്തെ പോസ്റ്റായി അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ അതും കൃത്യമായ ഒരു നിലപാടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഭിന്നതയുണ്ടെന്ന് നമുക്കറിയില്ല. മുരളി ഗോപി ഷെയർ ചെയ്തിട്ടുള്ള ഒരേ ഒരു പോസ്റ്റാണ് ഫേസ്ബുക്കിലുള്ളത്. അത് ഇങ്ങനെയാണ്: ഈദ് വിഷസ് ടു ഓൾ എന്നൊരു പോസ്റ്റ്. ആ പോസ്റ്റിന് താഴെ ഉള്ള കമന്റുകളൊന്ന് വായിക്കണം വിനീത. ഞാൻ
ചുമ്മാ അതിലെ ആ കമന്റുകളിലൂടെ ഒന്ന് പോവാം. അതായത് വെറുപ്പിന്റെ ആശയത്തെ സിനിമയിലൂടെ പുറത്തും ലോകത്തിന് കാട്ടിയ ധീരതയ്ക്ക് നന്ദി എന്ന് ഒരു കമന്റ്. ഈദ് മുബാറക്ക് പണയം വെക്കാത്ത നിലപാടിന് നന്ദി എന്ന് രണ്ടാമത്തെ കമന്റ്. മറ്റൊന്ന്, ഈ മാപ്പ് ജയൻ പറയില്ല, അഴിയെങ്കിൽ അഴി, കയറെങ്കിൽ കയർ. അത് മുരളി ഗോപി തന്നെ എഴുതിയ ഒരു ഡയലോഗാണ്. ഇത്തരത്തിൽ കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ ഒരു ഈദ് വിഷസ് അറിയിച്ച പോസ്റ്റിന് താഴെ. അതെ റോഷിനി, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ മുരളി ഗോപി എഴുതിയ ജയൻ എന്ന ക്യാരക്ടറിന്റെ ഡയലോഗാണ് പല കമന്റുകളായൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ പോസ്റ്റിന് താഴെ കാണാവുന്നത് മുരളി ഗോപിയുടെ നിലപാടിന് പൂർണ്ണ പിന്തുണയാണ്. ഒരുപക്ഷെ മോഹൻലാലിന്റെ നിലപാടിനെ വിമർശിക്കുന്നവർ മുരളി ഗോപിക്ക് കൂടുതൽ പിന്തുണയുമായി രംഗത്തെത്തുന്നു എന്നുകൂടി നമുക്ക് അതിൽ കാണാം. ഏതായാലും മുരളി ഗോപിയുടെ നിലപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. മോഹൻലാൽ ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മോഹൻലാലും പൃഥ്വിരാജും ഖേദം പ്രകടിപ്പിക്കുമ്പോൾ മുരളി ഗോപി അത് പങ്കുവെക്കാതെ മൗനം തുടർന്ന് അതിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് തന്റെ സിനിമ സംസാരിക്കട്ടെ എന്ന നിലപാടാണ് ഇത് എന്ന മട്ടിലാണ് ആളുകൾ ഇതിനെ ചർച്ച ചെയ്യുന്നത്. ഏതായാലും എമ്പുരാൻ വിവാദം ഇത്തരത്തിൽ കത്തുമ്പോൾ മുരളി ഗോപിയുടെ നിലപാട്, അദ്ദേഹം തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് നമ്മളും കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഒരുപക്ഷെ അടുത്ത സിനിമയായിരിക്കാം സംസാരിക്കുക മുരളി ഗോപിയുടേത്. ഏതായാലും അണിയറ പ്രവർത്തകർക്കിടയിൽ സ്വാഭാവികമാണല്ലോ ഇത്തരത്തിലൊരു ഭിന്നത. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ആ എഴുത്താണ്. ഈ സിനിമയിലും അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഏത് വെട്ടിത്തിരുത്തലുകളും ആ തിരക്കഥാകൃത്തിനെ സ്വാഭാവികമായും നിരാശയിലാക്കും. നമുക്ക് സിനിമ അതിൻ്റെ മുഴുവൻ വേർഷൻ കണ്ടവർക്കും സ്വാഭാവികമായും ഇതിൻ്റെ ഒരു എഡിറ്റഡ് ഭാഗം, അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് വെട്ടിക്കളയുന്നു എന്ന് പറയുമ്പോൾ അതിൽ വിഷമം തോന്നും, നിരാശ തോന്നും. ഇത്തരത്തിൽ ഒരു കലയാമൂല്യമുള്ള ഒരു സിനിമയെ അതുപോലെ കാണാതെ അതിൽ ഇത്തരത്തിൽ ഭീഷണികൾക്ക് വഴങ്ങി വെട്ടിത്തിരുത്തലുകൾ വരുന്നതിന് അത് പ്രതിഷേധാർഹം തന്നെയാണ് എന്ന് നമുക്കും തോന്നുകയാണ്. സ്വാഭാവികമായും തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പൃഥ്വിരാജിന്റെ പോസ്റ്റും വലിയ ചർച്ചയാവുകയാണ്. താൻ ഒറ്റയ്ക്കാണോ എന്നുപോലും പൃഥ്വിരാജിന്റെ പോസ്റ്റിന് താഴെ കമന്റുകളായി വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ആ കഥാപാത്രത്തോട് താൻ നീതി പുലർത്തുന്നു, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഒപ്പം തന്നെ സിനിമയുടെ നിലപാടുകൾക്കൊപ്പം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പൃഥ്വിരാജിന്റെ പോസ്റ്റിനെ വ്യാഖ്യാനിച്ചെടുക്കാം. റോഷ്നി, ശരി, എന്തായാലും മുരളി ഗോപിയുടെ നിലപാട് അത് നിർണായകം തന്നെയാണ്. കാരണം ഇത് വലിയ ചർച്ചയായി മാറിയ ഒരു സാഹചര്യത്തിൽ അതിന്റെ തിരക്കഥകൾ, സംഭാഷണങ്ങൾ ഒരുക്കിയ ഒരു വ്യക്തിക്ക്, ഒരു കലാകാരന് എന്താണ് പറയാനുള്ളത് എന്ന് കാതോർക്കുക തന്നെയാണ് കേരളം. അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.